സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. കണ്ണുകൾ തമ്മിൽ ഭാഗം 2. സേതുമാധവൻ മൊബൈലിൽ തന്നെ നോക്കിയിരുന്നു. ശൈലജ ഓൺലൈനിലുണ്ട്. അവൾ ഒരു മറുപടി കാത്തിരിക്കുകയാണ്. ഒന്നിച്ചൊരു യാത്ര, ഒരു രാത്രി. അവൾ അത് ആഗ്രഹിക്കുന്നു. എവിടെയാണെങ്കിലും വരാൻ തയ്യാറാണ്. പറ്റില്ല എന്ന് എങ്ങനെ പറയും? പേടിയായിട്ടാണെന്ന് അവൾ വിചാരിക്കും. താൻ ഒരു ഭീരുവാണെന്നും. യെസ്, അയാൾ മറുപടി അയച്ചു. പിന്നെ വാക്കുമാറുമോ? ഉടൻ അവളുടെ ചോദ്യം വന്നു. ഇല്ല, അയാൾ എഴുതി അയച്ചു. ഇപ്പോൾ എനിക്കൊരു പേടി തോന്നുന്നു. എന്താണ്? അയാൾ ചോദിച്ചു. ഞാനൊരു ചീത്ത സ്ത്രീയാണെന്ന് സാർ വിചാരിക്കുമോ? ഒരിക്കലുമില്ല, അയാൾ അവളെ സമാധാനിപ്പിച്ചു. എനിക്ക് സാറിനോട് സംസാരിക്കണമെന്നുണ്ട്. ഫ്രീ ആണോ ഇപ്പോൾ? അല്ല, നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പോൾ ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ സാർ, നാളെ ഫ്രീ ആകുമ്പോൾ വിളിക്കുമോ? വിളിക്കാം. അയാൾ കോള് കട്ട് ചെയ്തു. സേതുമാധവന് അത്ഭുതം തോന്നാതിരുന്നില്ല. വെറും പരിചയം എത്ര പെട്ടെന്നാണ് വേറൊരു തലത്തിലേക്ക് വളർന്നു വികസിച്ചത്. 2 പേർക്കും സ്വന്തമായി കുടുംബങ്ങളുണ്ടെന്ന കാര്യം എന്തുകൊണ്ടാണ് ശൈലജ മറക്കുന്നത്? അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത്? രഹസ്യങ്ങൾ പരസ്യമാകാൻ എത്ര നേരം വേണം? ചെറിയൊരു പാളിച്ച, അതോടെ തീരില്ലേ സകല മാനാഭിമാനങ്ങളും? 2 പേരും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗ്യമാണ്. ഒരു ഫോൺ കോൾ വന്നത് കാരണം സേതുമാധവന്റെ ചിന്ത അവിടെ മുറിഞ്ഞു. പിറ്റേന്ന് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ശൈലജയെ അയാൾ വിളിച്ചത്. ഇന്ന് നേരത്തെ പോയി ചോറുണ്ടു. ഈ സമയത്തെ സാറ് വിളിക്കൂ എന്നറിയാമായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു. ഓഫീസിൽ എൻ്റെ സെക്ഷനിൽ ഇപ്പോൾ ആരുമില്ല സാർ. അസിസ്റ്റന്റ് 2 പേരും ഊണ് കഴിഞ്ഞ് കറങ്ങി അടിച്ചു വരുമ്പോൾ 2 മണിയാകും. ഇപ്പോഴാ ഞാനൊന്ന് ഫ്രീ ആകുന്നത് എന്ന് വിചാരിച്ച് ഒരു ശല്യവും ഇല്ലെന്നല്ല. ഏത് നിമിഷത്തിലും വിസിറ്റേഴ്സ് വരാം, ഫോൺ കോൾ വരാം. അതു സാരമില്ല, കുറച്ചു നേരമെങ്കിലും സംസാരിക്കാമല്ലോ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, അത് സാറ് കാര്യമായിട്ട് എടുക്കേണ്ട. ശൈലജ പറഞ്ഞു. ഏത് കാര്യം? അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായെങ്കിലും അയാൾ മറവി നടിച്ചു. ഒരു യാത്ര പോകുന്ന കാര്യം. ഞാൻ ആഗ്രഹം പറഞ്ഞെന്നേയുള്ളൂ. നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. നമ്മൾ 2 പേരും സ്വതന്ത്രരല്ലല്ലോ. അവൾ പറഞ്ഞു. അതെ, നമുക്കതൊന്നും സാധിക്കുകയില്ല. നമുക്ക് സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷേ വേറെ ഒരുപാട് പേർക്ക് അതൊക്കെ സാധിക്കുന്നുണ്ട്. എൻ്റെ മിക്ക കൂട്ടുകാരികളും വീടിന് പുറത്ത് സ്നേഹബന്ധമുള്ളവരാണ്. അവരൊക്കെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നു. ശൈലജയ്ക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? അയാൾ ചോദിച്ചു. ഓഫീസിൽ കുറച്ചു പേരുണ്ട്, പിന്നെ ഫേസ്ബുക്കിലും. ഓ, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ശൈലജ ശശിധരൻ. ഹസ്ബൻഡിൻ്റെ പേരാണ് ശശിധരൻ. ഞാൻ നോക്കാം. നോക്കുമ്പോൾ സാറിനൊരു കാര്യം മനസ്സിലാകും. 200-ലേറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. എല്ലാം സ്ത്രീകൾ. മെയിൽ ഫ്രണ്ട്സ് ഒരാൾ പോലും ഇല്ല. അവൾ പറഞ്ഞു. അതെന്താ, പുരുഷന്മാരോട് വെറുപ്പാണോ ശൈലജയ്ക്ക്? ഒരു വെറുപ്പുമില്ല. ഞാൻ ആർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചില്ല. ഫോട്ടോ കൊടുത്തിട്ടില്ലേ? ഉണ്ട്. ശൈലജയുടെ ഫോട്ടോ കണ്ടാൽ തീർച്ചയായും സൗഹൃദം തേടി ഒരുപാട് പേർ വരും. അയാൾ കളിമട്ടിൽ പറഞ്ഞു. ഫോട്ടോ കണ്ടിട്ടായിരിക്കും വരാത്തത്, അവൾ പറഞ്ഞു. വിശ്വസിക്കാൻ വയ്യ. സാർ, ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ മനസ്സിലാകും കാരണം. എങ്കിൽ ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ? അയാൾ ചോദിച്ചു. അയ്യോ വേണ്ട, കുറച്ചു നേരം കൂടി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ. എന്ന് വിചാരിച്ച് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കില്ല, ശല്യപ്പെടുത്തുകയും ചെയ്യില്ല. എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ കട്ട് ചെയ്യണം. അതുവരെ, അവൾ പറഞ്ഞു. ശൈലജയുടെ മൊബൈൽ ഹസ്ബൻഡ് എടുത്തു നോക്കാറുണ്ടോ? സേതുമാധവൻ ചോദിച്ചു. ഇല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. രഹസ്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇപ്പോൾ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? നമ്മുടെ ചാറ്റിംഗ്. പേടിയുണ്ടോ? പേടിയില്ല. വേറെ ആരും അത് കാണുന്നത് എനിക്കിഷ്ടമില്ല. ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നുമില്ല. കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതെല്ലാം ഞാൻ വായിച്ചു നോക്കും. അതൊരു സുഖമാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സേതുമാധവന് ലാൻഡ് ലൈനിൽ ഒരു കോള് വന്നത്. സാറിനെ ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ബെല്ല് കട്ട് ചെയ്ത് അവൾ പറഞ്ഞു. അതെ, ശരി, വെച്ചോളൂ. കോള് കട്ട് ചെയ്തിട്ട് അയാൾ ഫോണിൻ്റെ റിസീവർ എടുത്തു. സ്ഥലം
പഞ്ചായത്ത് പ്രസിഡന്റാണ് വിളിച്ചത്. സംസാരിച്ചു കഴിഞ്ഞ് സേതുമാധവൻ ഫേസ്ബുക്കിൽ ശൈലജ ശശിധരനെ സെർച്ച് ചെയ്ത് നോക്കി. പോലീസ് യൂണിഫോമിൽ ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ശശിധരൻ, തൊട്ടടുത്ത് ഫ്രണ്ട് സീറ്റിൽ ശൈലജ. അതാണ് പ്രൊഫൈൽ ഫോട്ടോ. ആൺ സുഹൃത്തുക്കളെ കിട്ടിയിട്ടില്ല എന്നവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് അപ്പോൾ മനസ്സിലായി. ആരാണ് ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്തത്? അയാൾ വാട്സപ്പിൽ ചോദിച്ചു. അവൾ അപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ അയാൾ നോക്കിയപ്പോൾ അവളുടെ മറുപടി വന്നു കിടപ്പുണ്ടായിരുന്നു. എൻ്റെയും മോൻ്റെയും ഫോട്ടോയാണ് ഞാൻ ഇട്ടിരുന്നത്. ചേട്ടനാണ് അത് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഫോട്ടോ ഇട്ടത്. പിന്നെ ഞാനത് മാറ്റിയിട്ടില്ല. എൻ്റെ മൊബൈൽ നോക്കാറില്ലെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് പരിശോധിക്കാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നില്ല, അയാൾ എഴുതി. അതാണ് നല്ലത്. നമ്മുടെ സ്നേഹം രഹസ്യമായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അവൾ ഓൺലൈനിൽ നിന്ന് പെട്ടെന്ന് പോയി. ഓഫീസിലെ റിക്രിയേഷൻ റൂമിൽ വെച്ചാണ് ഉല്ലാസയാത്രയുടെ ഷെഡ്യൂൾ തീരുമാനിക്കപ്പെട്ടത്. നമ്മൾ മൊത്തം 12 പേരുണ്ട് ഇപ്പോൾ. 16 സീറ്റുള്ള മിനി ബസ്സാണ് ബുക്ക് ചെയ്യുന്നത്. ബാക്കി സീറ്റുകളിൽ ലഗേജ് വയ്ക്കാം, സെബാസ്റ്റ്യൻ പറഞ്ഞു. റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറിയാണ് സെബാസ്റ്റ്യൻ. കലാപരിപാടികളും യാത്രകളുമൊക്കെ അയാളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സേതുമാധവൻ കേൾവിക്കാരനായി ഇരുന്നതേയുള്ളൂ. രാവിലെ 8 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു. വഴിക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 12ഓടെ അടിവാരത്തെത്തും. പിന്നെ 8 കിലോമീറ്റർ കയറ്റമാണ്. ഹെയർപിൻ വളവുകൾ. 1 മണിയോടെ റിസോർട്ടിലെത്തും. റൂമിലെത്തി ഫ്രഷായ ശേഷം ലഞ്ച് കഴിക്കുന്നു. വലിയ റിസോർട്ടാണോ? റോയ് കുര്യൻ ചോദിച്ചു. ആകെ 30 റൂംസ്. വീക്കെൻഡുകളിൽ ഫുൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല, സെബാസ്റ്റ്യൻ പറഞ്ഞു. നമ്മുടെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് പറ, ദിനേശ് ആവശ്യപ്പെട്ടു. ലഞ്ച് കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ്. അത് കഴിഞ്ഞ് സൈറ്റ് സീയിങ്. ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. 7 മുതൽ നമ്മുടെ സ്വന്തം കലാപരിപാടി. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. മദ്യപാനമാണ് സ്വന്തം കലാപരിപാടി. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മലയിറങ്ങണം. ടൗണിൽ വന്ന് ലഞ്ച്. 2 മണിയോടെ ഇവിടെ എത്തും. ലേഡീസിൽ ചിലർക്ക് വരണമെന്നുണ്ട്, പ്രകാശൻ പറഞ്ഞു. അത് വേണ്ട, നമ്മുടെ പ്രൈവസി പോകും. തന്നെയുമല്ല, അവളുമാരുടെ കെട്ടിയോമാരും വരണമെന്ന് പറയും. സേതു സാർ എന്താ മിണ്ടാതിരിക്കുന്നത്? സജഷൻ വല്ലതുമുണ്ടെങ്കിൽ പറയൂ സർ. പ്രത്യേകിച്ച് ഒന്നുമില്ല സെബാസ്റ്റ്യൻ. സ്ത്രീകൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അധികം വൈകാതെ നമുക്കൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യണം. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രമല്ലല്ലോ, സേതുമാധവൻ പറഞ്ഞു. അതു ശരിയാണ്. നമ്മൾ സ്ത്രീകളെ അവഗണിക്കാൻ പാടില്ല. കൈയടിച്ച് എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. അന്ന് പതിവിലും നേരത്തെ സേതുമാധവൻ വീട്ടിൽ ചെന്നു. അർജുനാണ് വന്ന് വാതിൽ തുറന്നു കൊടുത്തത്. അമ്മ എവിടെ? അയാൾ ചോദിച്ചു. കിടക്കുന്നു. എന്താ, വയ്യേ? തലവേദനയാണെന്നാ പറഞ്ഞത്. അയാൾ ബെഡ്റൂമിൽ ചെന്നപ്പോൾ ലൈറ്റ് ഇടാതെ സുനന്ദ കിടക്കുന്നുണ്ടായിരുന്നു. സ്യൂട്ട് കേസ് മേശപ്പുറത്ത് വെച്ചിട്ട് അയാൾ ചെന്ന് കിടക്കയിലിരുന്ന് അവളുടെ നെറ്റിയിൽ കൈവച്ചു. സുനന്ദേ. അവൾ മൂളി. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. തലവേദനയാണെന്ന് അർജുൻ പറഞ്ഞു. അത് കുറവുണ്ട്. ടാബ്ലറ്റ് വല്ലതും കഴിച്ചോ? ഇല്ല, ബാമ പുരട്ടി. അത് മതി. കുളിച്ചോ? അയാൾ ചോദിച്ചു. ഇല്ല. തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്ക്, കുറച്ച് സുഖം കിട്ടും. അയാൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സുനന്ദ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയിരുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടു. അയാൾ അങ്ങോട്ട് ചെന്നു. അവൾ ചപ്പാത്തി ചുട്ടെടുക്കുകയായിരുന്നു. ചെല്ല്, ഞാൻ ചപ്പാത്തി ചുടാം, അയാൾ പറഞ്ഞു. വേണ്ട. കിച്ചൺ ടേബിളിൽ അവളുടെ മൊബൈൽ ഇരിക്കുന്നത് കണ്ടു. അയാൾ ചെന്ന് ടിവിയുടെ മുന്നിലിരുന്നു. അർജുൻ അവൻ്റെ മുറിയിലുണ്ടായിരുന്നു. അവൻ പഠിക്കുകയായിരിക്കും എന്ന് വിശ്വസിക്കാനായിരുന്നു അയാൾക്കിഷ്ടം. 1-2 തവണ എന്തോ ആവശ്യത്തിനായി അവൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ കയ്യിലിരുന്ന മൊബൈൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ സുനന്ദ വന്നു. കഴിച്ചോളൂ, എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം, അയാൾ പറഞ്ഞു. വേണ്ട, എനിക്ക് കുളിക്കണം. സാരമില്ല, കഴിച്ചോളൂ, അല്ലെങ്കിൽ തണുത്തു പോകും. അയാൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അർജുൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഒരു പ്ലേറ്റ് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. കുഴപ്പമില്ല, അവൻ പറഞ്ഞു. ഏതെങ്കിലും സബ്ജക്റ്റ് ടഫായി തോന്നുന്നുണ്ടോ? ഇല്ല, മാത്തമാറ്റിക്സിന് മാത്രമേ അവന് ട്യൂഷനുള്ളൂ. അർജുൻ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി.
കുളിച്ചു വരാൻ സുനന്ദ ഏറെ നേരം എടുത്തു. വന്നപ്പോൾ അയാൾ അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. തലവേദന കുറവില്ലേ എന്ന് ചോദിക്കണമുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ ചോദിച്ചില്ല. അയാൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ടാണ് അവൾ വന്നത്. അയാൾ ഉറങ്ങിയിരുന്നില്ല. എതിർവശത്തേക്ക് തിരിഞ്ഞാണ് അവൾ കിടന്നത്. ഒന്ന് ചേർത്തു പിടിച്ച് കിടന്നാൽ അവൾക്ക് ആശ്വാസം കിട്ടുമെന്ന് അയാൾക്ക് തോന്നി. അയാൾ കൈനീട്ടി അവളുടെ ചുമലിൽ വെച്ചു. പക്ഷേ അവൾ സാവധാനം അയാളുടെ കൈ എടുത്തു മാറ്റി. വേണ്ട, സുഖമില്ല. തിരിഞ്ഞു നോക്കാതെ അവൾ പറഞ്ഞു. അയാൾ പിന്നെ എപ്പോഴോ ഉറങ്ങി. പാതിരാത്രിയിൽ എപ്പോഴോ ഉണർന്നപ്പോൾ സുനന്ദ കിടന്നിരുന്ന സ്ഥലം ശൂന്യമാണെന്ന് മങ്ങിയ വെളിച്ചത്തിൽ അയാൾ കണ്ടു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. അയാൾ മുറിയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് ചെന്നു. എവിടെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നതിൻ്റെയും തേങ്ങലിൻ്റെയും ശബ്ദം അപ്പോൾ അയാൾ കേട്ടു. കാതോർത്തു നോക്കിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നാണെന്ന് സേതുമാധവന് മനസ്സിലായി. അയാൾ ശബ്ദമുണ്ടാക്കാതെ പടികൾ കയറി ചെന്നു. സുനന്ദയുടെ അമർത്താൻ പാടുപെടുന്ന കരച്ചിൽ ഇപ്പോൾ അയാൾക്ക് അല്പം കൂടി വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. മുകളിലത്തെ ഹാളിലുള്ള ആട്ടുകട്ടലിൽ അവൾ മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അയാൾ നേരത്തെ വെളിച്ചത്തിൽ കണ്ടു. മുടി അഴിഞ്ഞു വീണ് കിടക്കുന്നു. സേതുമാധവൻ അതുകണ്ട് സ്തബ്ധനായി നിന്നു. വേണമെങ്കിൽ പാഞ്ഞു ചെന്ന് മൊബൈൽ പിടിച്ചു മേടിക്കാം, ആരാടി അവൻ എന്ന് ആക്രോശിക്കാം, തലങ്ങനെയും വിലങ്ങനെയും പൊതിരെ തല്ലാം, മുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തിട്ട് ചവിട്ടാം. പക്ഷേ അതോടെ ഒരു കുടുംബബന്ധം തകരും. വീട്ടിലുള്ളവർ അറിയും, ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞെന്നും വരാം. എന്തു തന്നെയായാലും ജീവിതം നരകതുല്യമാകും. സേതുമാധവൻ മെല്ലെ പടികൾ തിരിച്ചിറങ്ങി. അല്ലെങ്കിൽ തന്നെ അവളെ കുറ്റപ്പെടുത്താൻ തനിക്ക് എന്താണ് അർഹത? കഥ തുടരും.